ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് അറേബ്യൻ ഡെസേർട്ടായിട്ടുള്ള കുനാഫയുടെ റെസിപ്പിയാണ്. സാധാരണ കുനാഫ ഉണ്ടാക്കുന്നത് കുനാഫ ഡോ വാങ്ങിയിട്ട് അത് വെച്ചിട്ടാണ്. പക്ഷേ നമ്മളുടെ നാട്ടിൽ ഡോ വാങ്ങാനായിട്ട് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ സേമിയ വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. എങ്ങനെയാണ് നല്ല ടേസ്റ്റിൽ വെർമിസെല്ലി വെച്ചിട്ട് കുനാഫ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് ആദ്യം 350 ഗ്രാമിൻ്റെ വെർമിസെല്ലിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റും 150 ഗ്രാമിൻ്റെ ഒരു ചെറിയ പാക്കറ്റുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ വെർമിസെല്ലി ഒരു ബൗളിലോട്ട് ഇട്ട ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ വെർമിസെല്ലി വാങ്ങുമ്പോൾ നല്ല തിന്നായിട്ടുള്ള വെർമിസെല്ലി തന്നെ നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. കുനാഫ ഡോയ്ക്ക് പകരം വെർമിസെല്ലി യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ട കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള കുനാഫ തന്നെയായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതാ നമ്മളുടെ വെർമിസെല്ലി ഇവിടെ നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ ഇത്തിരി കൂടെ വലിയൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായി നമുക്കിതിലോട്ട് വേണ്ടത് ബട്ടറാണ്. ഞാനിവിടെ 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനൊന്നും അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു അളവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ബട്ടറിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മെൽറ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ ബട്ടർ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ ബട്ടർ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ആറി വന്നതിന് ശേഷം നമ്മുടെ വെർമിസെല്ലിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തണുത്ത ശേഷം ഒഴിക്കാൻ നിൽക്കരുത് കേട്ടോ. ചെറിയ ചൂടിൽ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ബട്ടറും വെർമിസെല്ലിയും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലായിടത്തും നന്നായി മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അടുത്തതായി ബേക്ക് ചെയ്യാനുള്ളൊരു ട്രേ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വെർമിസെല്ലി മിക്സിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് പ്രസ് ചെയ്യുമ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ വേണം പ്രസ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഗ്ലാസ്സോ അല്ലെങ്കിൽ അടി പരന്നിട്ടുള്ള വേറെ എന്തെങ്കിലുമോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലോട്ടൊരു ഫില്ലിംഗ് റെഡിയാക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ ബാക്കിയുള്ള വെർമിസെല്ലി കൂടെ നിരത്തി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫില്ലിംഗ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ്ങിന് ഒരിത്തിരി മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് നല്ല തണുത്ത പാലാണ് കേട്ടോ ഇത് നമുക്ക് ഈ ഒരു മൈദ കോൺഫ്ലോർ മിക്സിലോട്ട് ഒഴിച്ച ശേഷം ഒരു എഗ് വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചിലയോ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ കോൺഫ്ലോറും മൈദയും ഒക്കെ ഈ ഒരു പാലിൽ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് അതിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ആദ്യമേ തന്നെ ഫ്ലെയിം ഓണാക്കിയിട്ട് അതിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ കോൺഫ്ലോറും മൈദയും ഒക്കെ കൂടെ വല്ലാതെ അങ്ങ് കട്ട കുത്തിപ്പോവും. അപ്പോൾ നമ്മളുടെ മിക്സ് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഈ ഒരു മിക്സ് ഉണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ നമ്മളുടെ മൈദ കോൺഫ്ലോർ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം അല്ലാന്നുണ്ടെങ്കിൽ ക്രീം ചീസ് ആയിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളുടെ ഈ മൈദ കോൺഫ്ലോർ മിക്സും പിന്നെ ഈ ഫ്രഷ് ക്രീമും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് രണ്ടും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമ്മളുടെ കുനാഫയ്ക്കുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്.
ഇനി ഇത് നമ്മൾ നേരത്തെ വെർമിസെല്ലി പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള വെർമിസെല്ലിയുടെ മുകളിലോട്ട് ഈ ഒരു ഫില്ലിങ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് കുറച്ച് മൊസറല്ല ചീസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മളുടെ കുനാഫയ്ക്കുള്ള ഫില്ലിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ മേലോട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെർമിസെല്ലി മിക്സ് കൂടെ നിരത്തി വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഈ ഒരു വെർമിസെല്ലി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ കുനാഫ ബേക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ വേഗം തന്നെ ഇത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതൽ സമയം നമ്മൾ ഓവനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മുകൾ ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ടിയാവുന്നത് വരെ തിളപ്പിച്ചെടുത്തിട്ടുള്ള ഷുഗർ സിറപ്പാണ് ഈ ഒരു കപ്പിൽ കാണുന്നത്. അത് നമുക്ക് ഈ ഒരു കുനാഫയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ കുനാഫ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ബദാം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ശരിക്കും പിസ്ത പൊടിച്ചതാണ് ചേർക്കുന്നത്, നല്ല ടേസ്റ്റായിട്ട് വരിക. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ പിസ്ത ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബദാം പൊടിച്ചത് ചേർക്കുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂട്ടോടുകൂടി തന്നെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ച ശേഷം മാത്രം കഴിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ചീസ് മൊസറല്ല ചീസ് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് ചൂട്ടോടുകൂടി കഴിക്കുന്നതായിരിക്കും. തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ മൊസറല്ല ചീസ് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു കുനാഫയുടെ റെസിപ്പി. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ തിൻ വെർമിസെല്ലി നമുക്ക് ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊന്നും ടെൻഷനൊന്നും വേണ്ട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്